അയൽക്കാർക്ക് സ്വാതന്ത്ര്യമേകാനിറങ്ങിയ വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. അമേരിക്കയിലെ മിനിയാപോളിസിൽ മലയാളികളെയും കുടിയേറ്റ സമൂഹത്തെയും ഒന്നുപോലെ നടുക്കിയ വാർത്തയാണ് പുറത്തുവരുന്നത്. അയൽക്കാർക്ക് സഹായവുമായി ഇറങ്ങിയ ഒരു സ്ത്രീ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അഥവാ ഐസ് ഉദ്യോഗസ്ഥന്റെ വെടിയേറ്റ് മരിച്ച സംഭവം വലിയ പ്രതിഷേധത്തിലേക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. മിനിയാപോളിസിലെ സൗത്ത് സൈഡ് മേഖലയിലാണ് ദാരുണമായ ഈ സംഭവം അരങ്ങേറിയത്. കൊല്ലപ്പെട്ട സ്ത്രീയുടെ പേരുവിവരങ്ങൾ അധികൃതർ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഇവർ ആ പ്രദേശത്തെ പ്രിയങ്കരിയായ വ്യക്തിയായിരുന്നു. അയൽപ്പക്കത്തെ വീടുകളിൽ സഹായത്തിനെത്തുകയും അവർക്ക് ആവശ്യമായ കരുതലുകൾ നൽകുകയും ചെയ്തിരുന്ന ഇവർ പതിവ് പോലെ തന്റെ അയൽവാസികളെ നോക്കാനായി പുറത്തിറങ്ങിയതായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി അവിടെ എത്തിയ ഐസ് ഏജന്റുമാരുമായുണ്ടായ ഒരു തർക്കമോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണയോ ആണ് വെടിവയ്പിൽ കലാശിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ഇവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് മരണം സംഭവിക്കുകയുമായിരുന്നു. തികച്ചും നിരായുധയായിരുന്ന നിരുപദ്രവകാരിയായ ഒരു സ്ത്രീക്ക് നേരെ എന്തിനാണ് ഉദ്യോഗസ്ഥൻ നിറയൊഴിച്ചത് എന്ന ചോദ്യം ഇപ്പോൾ ശക്തമായി ഉയരുന്നുണ്ട്. സംഭവത്തിൽ മിനിയാപോളിസ് സിറ്റി കൗൺസിൽ അംഗങ്ങൾ കടുത്ത ഞെട്ടലും രോഷവും രേഖപ്പെടുത്തി. അവർ സ്വന്തം അയൽക്കാരെ പരിപാലിക്കുകയായിരുന്നു, അല്ലാതെ ആർക്കും ഭീഷണിയായിരുന്നില്ല എന്നാണ് കൗൺസിൽ അംഗങ്ങൾ വികാരഭരിതമായി പ്രതികരിച്ചത്. കുടിയേറ്റക്കാരെ ലക്ഷ്യമിട്ടുള്ള ഐസിന്റെ നടപടികളിലെ പാളിച്ചകളിലേക്കും അമിത ബലപ്രയോഗത്തിലേക്കുമാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും വെടിവെച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ രോഷം ഒട്ടും തണുത്തിട്ടില്ല. നീതി ആവശ്യപ്പെട്ട പ്രദേശവാസികൾ തെരുവിലിറങ്ങുന്ന കാഴ്ചകളാണ് മിനിയാപോളിസിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.